ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അത് വേറൊന്നും കാരണമൊന്നുമല്ല, നമുക്കറിയാം ലൂസിഫറിലെ ആ ഒരു ടൈലന്റ് സീൻ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ കഥാപാത്രം മാറി ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞ വലിയൊരു ക്യാരക്ടറിലേക്ക് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ആകാംക്ഷയാണ്. അപ്പോൾ ആരാണ് ഖുറേഷി അബ്രഹാം എന്നുള്ള ചോദ്യത്തിനും ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആരാണ് എന്നുള്ളത് എമ്പുരാനിൽ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ക്യാരക്ടർ പോസ്റ്റർ 36 ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വന്ന ഖുറേഷി അബ്രഹാമിൻ്റെ ക്യാരക്ടർ പോസ്റ്ററിൽ ആ ഒരു ഗ്ലിംസി നമ്മുടെ ലാലേട്ടൻ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ ലോകത്തെ പറ്റിയാണ് ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടറിനെ പറ്റി ചുറ്റുമുള്ള പ്രശ്നങ്ങളും മൊത്തത്തിൽ അറിയണമെങ്കിൽ, അതായത് ഈ ഒരു ട്രയോളജിയുടെ L3 എന്ന് പറഞ്ഞ പാർട്ടും കൂടെ വന്നാൽ മാത്രമേ ആ ഒരു ലോകം എത്രത്തോളം വലുതാണ് എന്നുള്ളത് അറിയാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞ വ്യക്തിയുടെ മൊത്തം അതായത് ഒരു മെഗാ സ്പേസ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്നത് ഒരുപക്ഷെ ബിഗിനിങ് സ്റ്റേജ് ആയിരിക്കും. നമുക്ക് ടീച്ചറിൽ തന്നെ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ രക്ഷിക്കുന്ന ഈ ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയിരിക്കും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ലാലേട്ടൻ പറയുകയുണ്ടായിട്ടുണ്ട്, അതായത് ഈ ഖുറേഷി അബ്രഹാം തിരിച്ച് കേരളത്തിലേക്ക് ചെകുത്താൻ്റെ നാട്ടിലേക്ക് വരാനിടയാകുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അസ്വാഭാവികമായിട്ടും അത് വരാനിടയാകാൻ ഒരു കാരണമുണ്ട്, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അത് ചിലപ്പോൾ ഒരുപക്ഷെ മരണമായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ ഭയങ്കര തീവ്രമായ എന്തെങ്കിലും സംഭവമായിരിക്കും. പ്രിയദർശിനി രാംദാസ്, ജിതിൻ രാംദാസ്, ഇത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടറോട് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് ക്യാരക്ടേഴ്സാണ്. ഈ രണ്ട് വ്യക്തികൾ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഒരുപക്ഷെ സ്റ്റീഫൻ നെടുമ്പള്ളി മാറി ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചെകുത്താൻ ലെവലിലോട്ട് തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ ആകണമെങ്കിൽ ഒരുപക്ഷെ എനിക്ക് കൂടുതൽ സാധ്യത കൊടുക്കുന്നത് നമ്മുടെ ടൊവിനോയുടെ ജിതിൻ രാംദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എന്തെങ്കിലും സംഭവിക്കും, ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാമെന്നുള്ളത്. ജിതിൻ രാംദാസിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വരുന്നത്. അപ്പം അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ചെകഞ്ഞെന്ന് പോവുകയാണ് ചിലപ്പോൾ ഒരുപക്ഷെ അമേരിക്കയിൽ ഒരു കണക്ഷൻ ഉണ്ടാകാതിരിക്കാം. ഈ ജിതിൻ രാംദാസിൻ്റെ മരണവും അമേരിക്കയിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ. നമുക്കറിയാം പല കാർട്ടേഴ്സും ഉണ്ട്. ഇപ്പം കബൂക ഗ്യാങ് എന്ന് പറഞ്ഞ കാർട്ടേഴ്സിൻ്റെ ടീച്ചറിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഈ ഖുറേഷി അബ്രഹാം ഗ്യാങ്ങിനോട് മുട്ടാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളത് നമ്മുടെ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ക്ലിപ്സിൽ പറയുന്നുണ്ട്. പക്ഷേ അത് വിദ്യയാണോ എന്നുള്ളതും കൂടെ ഉള്ളത് എമ്പുരാൻ അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഗ്യാങ്ങുമായിട്ട് ഏറ്റുമുട്ടാൻ ഒരു കാരണം ഉണ്ടാകുമല്ലോ. അത് ഈ ജിതിൻ രാംദാസിൻ്റെ മരണത്തിന് കാരണം ഇവരാണോ, ഈ ഒരു ഗ്യാങ് ആണോ? അപ്പം അതും അബ്രഹാം ഖുറേഷിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് L3യിലേക്കോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം അങ്ങനെ L3യിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് L2ൻ്റെ ടൈലന്റ് സീനിൽ ഒരു പക്ഷേ ഈ മെഗാ വില്ലൻ എൻട്രി വരുന്നത്. അങ്ങനെ ആ L3യിലോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഈ അബ്രഹാം ഖുറേഷിയുടെ മറ്റൊരു വലിയൊരു സ്പേസും കൂടെ കാണിക്കുന്നു. അതായത് ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ ഉപരിയായിട്ട് അബ്രഹാം ഖുറേഷി ബാക്കി ഭാഗങ്ങൾ കൂടെ ഈ L3യിൽ കാണിക്കും. അങ്ങനെ ഈ ഒരു ട്രയോളജി മൊത്തത്തിൽ അങ്ങോട്ട് അനാവരണം ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമായി നമുക്കറിയാൻ പറ്റുകയുള്ളൂ. അത് തന്നെയാണ് ഈ ഒരു ഗ്ലിംസിൽ നിന്നെല്ലാം നമുക്ക് കിട്ടിയത്. അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണല്ലോ ഈ ട്രയോളജി എന്ന് പറയുന്നത്. എന്തായാലും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഗംഭീരമായ ഒരു ഹിറ്റാകട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ഗംഭീരമായ ഒരു സക്സസ് ആകട്ടെ. കാരണം അത്രയ്ക്ക് എഫോർട്ട് എടുത്താണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് വ്യക്തമാണ്, ടീസറിലെല്ലാം കണ്ടാണ്. ഒപ്പം ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററിൽ എത്തുമ്പോൾ ഗംഭീര സക്സസ് ആകട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? L2നെ പറ്റിയാണെങ്കിലും L3നെ പറ്റി മുമ്പോട്ട് പോകുന്ന കാഴ്ചകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.